അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. സുഖമല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ. സുഖവും സമാധാനവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മിലേക്ക് കനിഞ്ഞേകിയ സൗഭാഗ്യങ്ങളെല്ലാം, അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ മരണം വരെ റബ്ബ് നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഓരോ വെള്ളിയാഴ്ച ദിവസവും നമ്മുടെ ജുമാൻ്റെ മുന്നേ ആയിട്ട് അല്ലെങ്കിൽ ജുമാൻ്റെ ശേഷമായിട്ടൊക്കെ ഓരോ ഇസ്മുകളും സ്വലാത്തുകൾ ദിക്റുകളൊക്കെ ഈ മജ്ലിസിൽ വെച്ച് ചൊല്ലാറുണ്ട്. അങ്ങനെ ഒരുപാട് പേരാണ് വെള്ളിയാഴ്ച ചൊല്ലിയ ആ ദിക്റ് ചൊല്ലിയതിൻ്റെ കാര്യം നടന്ന് കിട്ടിയെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. കാരണം വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ പ്രത്യേകമാക്കപ്പെട്ട ഒരു ദിവസമാണ്, ജുമുഅൻ്റെ ദിവസമാണ്, ദുആക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഓരോരുത്തർ ഈ ചൊല്ലുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലുള്ള ടെൻഷനുകളും പ്രയാസങ്ങളും എന്താണോ അത് തീരാൻ വേണ്ടി മനസ്സിൽ വെക്കുക. അതിപ്പോൾ കടം കൊണ്ടുള്ള ടെൻഷനാണെങ്കിലും ആ കടം അള്ള വീട്ടിത്തരും. അത് മറ്റെന്തെങ്കിലും വിഷമമാണെങ്കിൽ ആ ഒരു വിഷമം അള്ളാഹു മാറ്റിത്തരും. വേറെ എന്തെങ്കിലും ഇടങ്ങേറുകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അസുഖങ്ങൾ, ഇതുപോലെ പലവിധ ടെൻഷനുകളാണ് ഓരോരുത്തർക്കുള്ളത്. അതെല്ലാം നിങ്ങൾ മനസ്സിൽ വെക്കുക. എന്നിട്ട് നല്ല ഇഖ്ലാസോട് കൂടി വെള്ളിയാഴ്ച ദിവസമാണ്, ജുമുഅൻ്റെ മുന്നെയാണ്, പള്ളിയിലേക്ക് ജുമുഅക്ക് കയറുന്ന ഒരു സമയത്തൊക്കെയാണ് ഓരോരുത്തർ ഇത് ചൊല്ലുക അല്ലേ. അതിന് തീർച്ചയായിട്ടും റബ്ബ് ആ ഒരു ഇസ്മാണ് നമ്മൾ ചൊല്ലുന്നത് കേട്ടോ. ഈ ഒരു ഇസ്മ 313 തവണ ഒരേ ഇരുത്തത്തിലിരുന്ന് ഒരുമിച്ച് തന്നെ ചൊല്ലുക. കൂട്ടത്തിലായിട്ട് ചൊല്ലുന്ന സമയത്ത് അതിന് പ്രത്യേകമായിട്ട് കൂലി റബ്ബ് തരും. നമ്മളെ ഇടങ്ങേറുകളൊക്കെ റബ്ബ് തീർത്ത് തരട്ടെ. മനസ്സമാധാനമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് ഒരുപാട് കടം ഉണ്ടാവും. നമ്മൾ വിചാരിക്കും എനിക്ക് ഈ കടങ്ങളൊന്നും വീട്ടിൽ മരിക്കാൻ കഴിയില്ല എന്നായിരിക്കും നമ്മുടെ ചിന്ത. റബ്ബേ, ഈ കടം വെച്ചുകൊണ്ടായിരിക്കുമല്ലോ എൻ്റെ മരണം, ഖബർ എന്താവും എന്നുള്ള ബേജാറും പേടിയുണ്ടാവും നമുക്ക് ഓരോരുത്തർക്കും അല്ലേ. കടം വെച്ചിട്ടുള്ള മരണത്തെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, പ്രഭാഷണത്തിലൂടെ കേട്ട്. ഭയാനകം തന്നെയാണ് കടം വെച്ചുകൊണ്ടുള്ള മരണം. അതിൽ നിന്ന് നമ്മളെല്ലാവരെയും റബ്ബ് കാത്തു രക്ഷിക്കുമാറാവട്ടെ. കടങ്ങൾ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം, അതും എളുപ്പ വഴി അള്ളാഹു നമ്മുടെ മുന്നിൽ കാണിച്ചു തരട്ടെ. നമ്മുടെ റബ്ബ് വിചാരിച്ചാൽ അതിനൊന്നും ഒരു പ്രശ്നമില്ല, ഒരു നിമിഷം വേണ്ട. ആ കടങ്ങളുള്ള ബുദ്ധിമുട്ടൊക്കെ തീരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇസ്മ 313 അത് കഴിഞ്ഞിട്ടൊരു ദുആ ഉണ്ട്, അതും നമുക്ക് 33 തവണ ചൊല്ലട്ടോ. ജുമുഅൻ്റെ മുന്നേ ആയിട്ട് ഇരുന്ന് തന്നെ ചൊല്ലുക. അതായത് നമ്മൾ സ്ത്രീകൾക്ക് ജുമുഅ ഇല്ല, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ളുഹർ നിസ്കാരത്തിൻ്റെ മുന്നേ ആയിട്ട് ളുഹർ നിസ്കാരത്തിൻ്റെ മുന്നേ ആയിട്ടൊക്കെ ചൊല്ലട്ടോ. അതുപോലെ ആണുങ്ങൾ, നമ്മളെ വീട്ടിലുള്ള പുരുഷന്മാർ ജുമുഅ കഴിഞ്ഞ് വരും മുന്നേ ആയിട്ട് നീയത്ത് വെച്ച് നല്ല ഇഖ്ലാസോട് കൂടി ചൊല്ലിക്കോളി. തീർച്ചയായിട്ടും അള്ളാഹ് നിങ്ങളെ കൈവിടില്ല. ഇതിനുള്ള പരിഹാരം റബ്ബ് കാണിച്ചു തരും. കഴിഞ്ഞ വെള്ളിയാഴ്ചയൊക്കെ നമ്മൾ ചൊല്ലിയതല്ലേ ഓരോ ദിക്റ്, അതിനൊക്കെ ഫലം കിട്ടിയെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അൽഹംദുലില്ലാ. അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. അള്ളാഹു തന്ന സൗഭാഗ്യങ്ങളെ നമ്മുടെ മരണം വരെ റബ്ബ് നമ്മിൽ നിന്നും എടുത്തു മാറ്റാതെ അത് നിലനിർത്തി തരട്ടെ. നമ്മൾ ഈ ചൊല്ലുന്ന ദിക്റ്, സ്വലാത്ത്, ഇസ്മ എല്ലാം നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ആങ്ങളമാർ, ജ്യേഷ്ഠത്തിമാർ, അനുജന്മാർ, അതുപോലെ അനുജത്തിമാർ, ഇതുപോലെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരുപാട് പേര് മരണപ്പെട്ട് ഖബറിലാണ്. അവരുടെയൊക്കെ ഖബറിലേക്ക് അള്ളാഹു ഇതിൻ്റെ മിഥില് സവാബ് എത്തിച്ചു കൊടുക്കട്ടെ. നമ്മുടെ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്കും ഇതിൻ്റെ മിഥില് സവാബ് റബ്ബ് എത്തിച്ചു കൊടുക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം റബ്ബ് തരട്ടെ. സമാധാനം അല്ലാഹ് നൽകട്ടെ. നമ്മുടെ വീട്ടിൽ അള്ളാഹു ഹൈറും ബർക്കത്തും ചൊരിയട്ടെ. അതുപോലെ ദാരിദ്ര്യത്തിൽ നിന്നുള്ള നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, നാളെയാണ് കേട്ടോ ഇൻഷാ അല്ലാഹ് ഏർവാടിയിലേക്ക് പോകുന്നത്. ഒരുപാട് പേര് അവിടുത്തെ രോഗികൾക്ക്, അതായത് ചങ്ങലക്കിട്ട് അസുഖമായിട്ട്, മാനസികമായിട്ട് അസുഖമുള്ള ഒരുപാട് പേരുണ്ട് അവിടെ താമസിക്കുന്നവർ. അവർക്കാണ് നമ്മൾ ഭക്ഷണം നിയ്യത്താക്കി കൊടുത്തത്. ഒരുപാട് പേര് ഭക്ഷണത്തിനുള്ള പൈസ അയച്ചു തന്നിട്ടുണ്ട്. നാളെയാണ് പോവുക കേട്ടോ. നാളെ ഇവിടുന്ന് പോയാൽ നാളെ അവിടെ എത്തില്ല. ഒരു ദിവസം ഫുള്ളായിട്ട് ട്രെയിനിൽ ഇരിക്കണം. പിറ്റത്തെ ദിവസമാണ് അവിടേക്ക് എത്തുക. ഇനി ആർക്കെങ്കിലും അവിടെ പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങളെ കാര്യങ്ങളൊക്കെ നിറവേറാൻ, വിഷമങ്ങൾ മാറിക്കിട്ടാൻ, കടത്തിൽ നിന്ന് മോചനമൊക്കെ കിട്ടാൻ, അവിടെയുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ ആഗ്രഹമുള്ളവർ ഈ കാണുന്ന വാട്സപ്പിലൂടെ ആയിട്ട് വോയിസ് മെസ്സേജ് അയച്ചോളിട്ടോ. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പൈസ അയച്ചു തരാവുന്നതാണ്. പോകാൻ പറ്റാത്തവർ മാത്രം.
പോവാൻ പറ്റുന്നവരാണെങ്കിൽ കുടുംബസമേതമായിട്ട് ഏർവാടിയിലൊക്കെ ഒന്ന് പോവുക, അതൊക്കെ നല്ലതായിരിക്കും. അള്ളാഹു നമ്മുടെ നേർച്ചക്കൊക്കെ ഫലം കാണിച്ചു തരട്ടെ ഇൻഷാ അള്ളാ. ആഗ്രഹമുള്ളവർ ഈ വാട്സപ്പിലൂടെ ആയിട്ട് വോയിസ് മെസ്സേജ് അയക്കട്ടോ, കോൾ ചെയ്യാണ്ട് വോയിസ് മെസ്സേജ് അയക്കുക. ഇൻഷാ അള്ളാ കാണുന്ന സമയത്ത് അതിന് മറുപടി തരുന്നതായിരിക്കും. നമ്മളാൽ കഴിയുന്നത് ഒരാൾക്കോ രണ്ടാൾക്കോ മൂന്നാൾക്കോ എത്ര പേർക്കാണ് നിങ്ങൾക്ക് പറ്റുന്നത് അത് നിങ്ങൾ കൊടുത്താൽ മതി. കഴിഞ്ഞ തവണയൊക്കെ കൊടുത്തിട്ട് ഇഷ്ടം പോലെ പേര് അതിനുള്ള പരിഹാരം നടന്ന് കിട്ടി എന്ന് പറയുന്നവരുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ തന്നവർ തന്നെയാണ് വീണ്ടും ഈ പ്രാവശ്യവും കൂടുതലായിട്ടും ഭക്ഷണം കൊടുക്കാൻ നിയ്യത്ത് വെച്ച് തന്നിട്ടുള്ളത്. കാരണം ഓരോരോ കാര്യങ്ങൾ റാഹത്താവുന്നുണ്ട്. വിചാരിക്കുന്ന കാര്യങ്ങൾ എന്ത് കാര്യത്തിലാണോ നിയ്യത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇവർക്കൊക്കെ പരിഹാരം കിട്ടുന്നുണ്ട്, നല്ല ഫലം കിട്ടുന്നുണ്ട് കേട്ടോ. ഇൻഷാ അള്ളാ മജ്‌ലിസിലേക്ക് പ്രവേശിക്കാണ്. ആത്മാർത്ഥമായിട്ട് നല്ല ഇഖ്ലാസോട് കൂടിയിട്ട് ഈ വെള്ളിയാഴ്ചത്തെ ഈ ജുമുഅൻ്റെ മുന്നായിട്ട് നമ്മൾ ചൊല്ലുന്ന ഇസ്മിന് ക്ലാസ്സിലേക്ക് ഇരിക്കട്ടോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, നമ്മുടെ കുടുംബത്തിൽ ബർക്കത്ത് അള്ളാഹു ചെയ്യട്ടെ ഇൻഷാ അള്ളാ. ആദ്യം നമ്മുടെ മുത്തറസൂലിൻ്റെ പേരിൽ നമുക്കൊരു ഫാത്തിഹ വിളിച്ച് ഖുൽ ഹുവല്ലാഹു അഹദൊക്കെ ഓതിയിട്ട് നമുക്ക് ഇസ്മി ചൊല്ലാം. ഇലാ ഹളറത്ത് റൂഹി മുഹമ്മദിൻ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. യാ ലതീഫു യാ അല്ലാഹ്, 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 യാ ലതീഫു യാ അല്ലാഹ്,
Ya Latifu ya Allah, 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 Ya Latifu ya Allah. Ya Latifu ya Allah, 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 Ya Latifu ya Allah. Ya Latifu ya Allah, 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 Ya Latifu ya Allah. Ya Latifu ya Allah, 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 Ya Latifu ya Allah. Ya Latifu ya Allah, 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 Ya Latifu ya Allah. Ya Latifu ya Allah, 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 Ya Latifu ya Allah. Ya Latifu ya Allah, 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 Ya Latifu ya Allah. Ya Latifu ya Allah, Ya Latifu ya Allah, Ya Latifu ya Allah, Ya Latifu ya Allah. Ya Latifu ya Allah, 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 Ya Latifu ya Allah. Ya Latifu ya Allah, 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 Ya Latifu ya Allah. Ya Latifu ya Allah, Ya Latifu ya Allah, Ya Latifu ya Allah. Ya Latifu ya Allah, 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 Ya Latifu ya Allah. Ya Latifu ya Allah, Ya Latifu ya Allah, Ya Latifu ya Allah, Ya Latifu ya Allah. Ya Latifu ya Allah, 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 Ya Latifu ya Allah. Ya Latifu ya Allah, Ya Latifu ya Allah,
Ya Latifu ya Allah, Ya Latifu ya Allah, Ya Latifu ya Allah, Ya Latifu ya Allah, Ya Latifu ya Allah, Ya Latifu ya Allah, Ya Latifu ya Allah, Ya Latifu ya Allah, Ya Latifu ya Allah, Ya Latifu ya Allah. Ya Latifu ya Allah, 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 Ya Latifu ya Allah. Ya Latifu ya Allah, 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 Ya Latifu ya Allah. Ya Latifu ya Allah, 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 Ya Latifu ya Allah. Ya Latifu ya Allah, 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 Ya Latifu ya Allah. Ya Latifu ya Allah, 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 Ya Latifu ya Allah. Ya Latifu ya Allah, 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 Ya Latifu ya Allah. Ya Latifu ya Allah, 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 Ya Latifu ya Allah. Ya Latifu ya Allah, 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 Ya Latifu ya Allah. Ya Latifu ya Allah, Ya Latifu ya Allah, Ya Latifu ya Allah, Ya Latifu ya Allah. Ya Latif ya Allah, 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 Ya Latif ya Allah. Ya Latif ya Allah, 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 Ya Latif ya Allah. Ya Latif ya Allah, 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 Ya Latif ya Allah. Ya Latif ya Allah, Ya Latif ya Allah, Ya Latif ya Allah,
യാ ലത്തീഫ് യാ അല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ദുആ ചെയ്യാണ്. ദുആക്ക് ഉത്തരം കിട്ടും. വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ടുള്ളൊരു ദിവസമാണ്. അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ, ദുആക്ക് ഫലം കാണിച്ചു തരട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്നും വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം നീ പുറത്തു തരണേ റഹ്മാനെ. അറിഞ്ഞോ അറിയാതെയോ നിന്നിലേക്ക് ചെയ്തു പോയ പാപങ്ങളോ ദോഷങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം നീ പൊരുത്തപ്പെട്ട് തരണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളിൽ ഒരുപാട് പേര് പലവിധ വിഷമങ്ങൾ കൊണ്ടും മനസ്സ് നീറി നീറി കഴിയുന്നവരാണ് റബ്ബേ. അതിൽ കൂടുതൽ പേരും സാമ്പത്തിക പ്രയാസം കാരണം ടെൻഷൻ അടിക്കുന്നവരാണ് റഹ്മാനെ. നിന്നോട് ഓരോന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലാ. നിനക്ക് എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും അറിയുന്നവനുമായ ഞങ്ങളുടെ റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള വേദനയും നീ മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ നീ സമാധാനം സന്തോഷവും നൽകണേ അല്ലാ. കടങ്ങളിൽ നിന്ന് രക്ഷ തരണേ റഹ്മാനെ. കടത്തിൽ നിന്ന് രക്ഷ നൽകണേ അല്ലാ. കടത്തിൽ നിന്ന് രക്ഷ നൽകണേ റഹ്മാനെ. കടങ്ങൾ വീട്ടാനുള്ള വഴി തുറന്ന് നൽകണേ അല്ലാ. കടം കൊണ്ട് ഒരുപാട് ടെൻഷൻ പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഉമ്മമാരുണ്ട് റഹ്മാനെ. റബ്ബേ, കടങ്ങളെല്ലാം വീട്ടാനുള്ള വഴി നീ തുറന്ന് നൽകല്ലാ.
റബ്ബേ നീ വിചാരിച്ചാൽ ഒരു സെക്കൻഡ് സമയം വേണ്ടല്ലോ റഹ്മാനെ, എല്ലാം റാഹത്താവാൻ എൻ്റെ റബ്ബേ ഞങ്ങളുടെ വിഷമം നീ കാണണേ അല്ല. കണ്ടില്ലെന്ന് നടിക്കല്ലേ റഹ്മാനെ, ഞങ്ങളുടെ സങ്കടങ്ങൾ തീർക്കണേ അല്ല. മക്കളെ കല്യാണം ശരിയാവാതെ ടെൻഷൻ അടിക്കുന്ന ഒരുപാട് പേര് ഞങ്ങളുടെ കൂട്ടത്തിൽ ആമീൻ പറയുന്നവരുണ്ട്. റബ്ബേ എത്രയും പെട്ടെന്ന് കല്യാണം ശരിയാവാൻ നീ തൗഫീക്ക് നൽകല്ലാ. മക്കള് ജയിലിലാണ് എന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അതുപോലെ ഏർവാടിയിലേക്ക് ഭക്ഷണം തന്നിട്ട് മകന് ജയിലിലാണ്, അല്ലെങ്കിൽ ജ്യേഷ്ഠത്തിയുടെ മോന് ജയിലിലാണ്, എത്രയും പെട്ടെന്ന് ഇറങ്ങാനൊരു വഴി എളുപ്പമാവാൻ ഏർവാടിയിലേക്ക് ഭക്ഷണം തന്നവരുണ്ട് റഹ്മാനെ. റബ്ബേ അതിൻ്റെ ഫലം നീ കാണിച്ചു കൊടുക്കല്ല. ഒരുപാട് പേര് ഓരോരോ കാര്യത്തിന് വേണ്ടി ഏർവാടിയിലേക്ക് ഭക്ഷണം നീയത്താക്കി തന്നവരുണ്ടല്ല. അവരുടെ എല്ലാവിധ ഹലാലായിട്ടുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റി കൊടുക്ക് റഹ്മാനെ. റബ്ബേ ജോലി സംബന്ധമായ കാര്യം പറഞ്ഞു തന്നവരുണ്ട്, വീടിൻ്റെ കാര്യം പറഞ്ഞു തന്നവരുണ്ട്, കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിയ്യത്താക്കി പൈസ അയച്ചു തന്നവരുണ്ട്. റഹ്മാനെ അവരുടെ എല്ലാവിധ ഇടങ്ങേറുകളും നീ മാറ്റിക്കൊടുക്കല്ല. ജീവിതത്തിൽ നീ സമാധാനവും സന്തോഷവും നൽകി റഹ്മാനെ. റബ്ബേ അതുപോലെ തന്നെ ഒരുപാട് പേര് ഓരോരോ വിഷമങ്ങൾ പറഞ്ഞ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ദിവസമായിട്ട് പറയാറുണ്ട് റബ്ബേ. അവരുടെ എല്ലാവിധ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കല്ല. ഉള്ള ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ല. റബ്ബേ ഞങ്ങൾക്കൊന്നും ഒരുപാട് പണമല്ല റഹ്മാനെ നിന്നോട് ചോദിക്കുന്നത്, കടങ്ങളില്ലാണ്ട് റാഹത്തോടെ ഞങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാൻ അതിനുള്ള മാർഗം ഞങ്ങളുടെ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല. റബ്ബേ പെൺമക്കൾ കല്യാണപ്രായമായിട്ട് കല്യാണം ശരിയാവാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, അതുപോലെ തന്നെ ആൺമക്കൾ കല്യാണം ശരിയാവാതെ ടെൻഷൻ അടിക്കുന്നവരുണ്ടല്ല. റബ്ബേ അനുയോജ്യമായ കല്യാണം അവരിലേക്ക് അടുക്കാൻ നീ ഒരു തൗഫീക്ക് അവർക്ക് നൽകല്ല. അവരുടെ മനസ്സിന് സമാധാനം നൽകല്ല. റബ്ബേ ഒരു ഉമ്മ എപ്പോഴും ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് കരയലുണ്ട്, മകന് ജയിലിലാണ് എന്ന് പറഞ്ഞ്. റബ്ബേ ഉമ്മാക്ക് സന്തോഷം കേൾപ്പിച്ചു കൊടുക്കല്ല. ആ മകന് ഇറങ്ങാനുള്ള ജയിലിൽ നിന്നും ഇറങ്ങാനുള്ള വഴി എളുപ്പമാക്കി കൊടുക്കല്ല. അതുപോലെ തന്നെ റഹ്മാനെ ഒരു മകൻ്റെ കാര്യത്തിൽ വിഷമം പറഞ്ഞുകൊണ്ട് ഒരു ഉമ്മ ദുആ ചെയ്യാൻ പറയാറുണ്ട്, എപ്പോഴും പറയാറുണ്ട് റഹ്മാനെ. മകനും മരുമകളും തെറ്റിലാണ് എന്ന് പറഞ്ഞിട്ട് ഉമ്മാക്ക് സമാധാനമില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാറുണ്ടല്ലാ. നീ എല്ലാം കാണുന്നവനല്ലേ അല്ല. അവർക്ക് നീ സന്തോഷത്തോടെ മക്കളെയും പേരമക്കളെയും കൂടെ ജീവിക്കാൻ തൗഫീക്ക് നൽകണേ അല്ല. ഞങ്ങളുടെ എല്ലാവിധ വിഷമങ്ങളും നീ മാറ്റണേ അല്ല. ഞങ്ങളെ നേർച്ചയ്ക്ക് നീ ഫലം തരണേ അല്ല. ഞങ്ങൾ ചെയ്യുന്ന അമലിനെ നീ സ്വീകരിക്കണേ അല്ല. റബ്ബേ ഞങ്ങളെ ഈ മജ്ലിസിൽ വെച്ച് ചൊല്ലുന്ന ദിക്റുകളും സലാത്തുകളും തസ്ബീഹുകളുമെല്ലാം ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ല. റബ്ബേ എൻ്റെ ഉപ്പയും എൻ്റെ ആങ്ങളയും മരണപ്പെട്ടതാണല്ല, എൻ്റെ വല്യമ്മമാർ വല്യപ്പമാർ അതുപോലെ തന്നെ റഹ്മാനെ ഒരുപാട് പേര് മരണപ്പെട്ടു പോയവരുണ്ട്. അവരുടെ എല്ലാവരുടെയും ഖബർ നീ കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകണേ അല്ല. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബർ നീ സന്തോഷത്തിൻ്റെ ഖബറാക്കണേ അല്ല. റബ്ബേ ആനന്ദത്തിൻ്റെ ഖബറാക്കണേ അല്ല. റഹ്മാനെ ഖബറിൽ അവർക്ക് സ്വർഗീയ ഭക്ഷണം കൊടുക്ക് റഹ്മാനെ, സ്വർഗീയ വിരിപ്പ് നൽകി സന്തോഷം നൽകി റഹ്മാനെ. റബ്ബേ നീ തന്ന അനുഗ്രഹം ഞങ്ങൾക്ക് മരണം വരെ നിലനിർത്തി തരണേ അല്ല. റഹ്മാനെ വല്ല ആപത്തും ഞങ്ങളിലേക്ക് വരാനിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഞങ്ങളെ നീ തൗഫീക്ക് ചെയ്ത് കാവൽ നൽകല്ല. നിൻ്റെ കരുണ നൽകല്ല. കണ്ണേറിൽ നിന്ന് രക്ഷ നൽകല്ല. സിഹറിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകല്ല. ആപത്തിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും, ഞങ്ങളെ മക്കൾ ഭർത്താക്കന്മാർ ബാക്കിയുള്ളവർ എല്ലാവരെയും, ഞങ്ങളെ നാട്ടുകാർ, ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദന്മാർ, ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്ന ഉസ്താദന്മാർ എല്ലാവരെയും നീ കാത്ത് രക്ഷിക്കണേ അല്ലാ.
റഹ്മാനെ, ഞങ്ങളെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയവരുടെ ഖബർ നീ വിശാലമാക്കല്ല, നീ വിശാലമാക്കണേ അല്ല. ഇതിൽ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരാരുടെയെങ്കിലും റബ്ബേ നിന്നോട് പറയാൻ വിട്ടുപോയതുണ്ടെങ്കിൽ നീ അതറിയുന്നവനല്ലേ അല്ല. അവരുടെ മനസ്സിലെ വിഷമം നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആനെ നീ സ്വീകരിക്കല്ല, ദുആക്ക് നീ ഫലം തരണേ യാ അല്ലാ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. എല്ലാവരോടും പറയാനുള്ളത് ദുആ വസിയത്തോടെ എല്ലാവരും ദുആ ചെയ്യണം. എപ്പോഴും എനിക്കും എൻ്റെ കുടുംബത്തിനും, പ്രത്യേകിച്ച് എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയതാണ്, അതുപോലെ എൻ്റെ ഒരാങ്ങള മരണപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ നിങ്ങളെ ദുആയിൽ ഒരിടം നൽകണം ഇൻഷാ അല്ലാഹ്. ഏർവാടിയിലേക്ക് ഇനി നേർച്ച പൈസ ഉണ്ടെങ്കിൽ, അതായത് അവിടുത്തെ ഭക്ഷണം കൊടുക്കുന്നതാണ്, നമ്മൾ അങ്ങനെയാണ് കൊടുക്കാറുള്ളത്. 2-3 തവണ നമ്മളെല്ലാവരും കൂടി ഭക്ഷണം കൊടുത്തു. ഒരുപാട് ഫലം കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേർക്ക്. ആർക്കെങ്കിലും പോവാൻ പറ്റാത്തവർ മാത്രം വാട്സപ്പിലൂടെയായിട്ട് വോയിസ് മെസ്സേജ് അയക്കട്ടോ ഇൻഷാ അല്ലാഹ്. സ്ത്രീകൾക്ക് മാത്രമുള്ള വാട്സപ്പാണ്, ഒന്നുകൂടി പറയാണ്. അതുകൊണ്ട് ആരും ഫോൺ ചെയ്യരുത്, എല്ലാവരും വോയിസ് മെസ്സേജ് അയക്കുക. ഫോൺ ചെയ്താൽ എൻ്റെ കയ്യിലല്ല ഫോൺ, അതാണ് കേട്ടോ ഫോൺ ചെയ്യരുത് എന്ന് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.